ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ സെക്കൻഡിലേക്ക് കടക്കാം. സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഞാൻ ഇതിൻ്റെ ബേസിക്കോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ അടുത്ത എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിക്കും എന്ന് ഏകദേശം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷന് ഫങ്ഷന് ഒക്കെ ഉള്ള ബേസിക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, ഒറ്റ കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമ്മൾ എല്ലാം എഴുതുന്നത് അല്ലേ. ഓർഡേർഡ് പെയർ, ഫസ്റ്റ് വണ് എക്സ് കോർഡിനേറ്റ്, സെക്കൻഡ് വണ് വൈ കോർഡിനേറ്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നോൺ എം ഡി സെറ്റുകളായിരിക്കണം. എ ബി നോൺ എം ഡി സെറ്റുകളാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി അടുത്ത കാര്യം നമ്മൾ കേട്ടുപോയൊരു കാര്യമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് അല്ലേ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ്, ഈ രണ്ട് കാര്യങ്ങളുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് എഴുതിക്കോ. ഇഫ് ordered pair x plus 1, if ordered pair x plus 1 comma y minus 2 is equal to ordered pair 3 1, ordered pair 3 1, find the value of x and y. ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. അതുകൊണ്ട് ഞാൻ പ്രീവിയസ് ഇയർ ആയിട്ട് ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. Ordered pair x plus 1 comma ordered pair y minus 2 is equal to ordered pair 3 1. ഇതിന്റെ മീനിങ് എന്താണ്? ഈ രണ്ട് ഓർഡേർഡ് പെയറിലെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും, ദെൻ എഗൈൻ വൈ കോർഡിനേറ്റ്സും ഈക്വൽ ആയിരിക്കും. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ. therefore കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? x plus 1 is equal to 3. Any doubt? Second one, y minus 2 is equal to 1. Simple one. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ മീൻസ് ദാറ്റ് എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഈക്വൽ. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇനി അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ എലമെന്റ്സുകൾ ഈക്വൽ, രണ്ടാമത്തെ എലമെന്റ്സുകൾ ഈക്വൽ. ഇനി x is equal to 3 minus 1 is equal to 2. So simple one, x is equal to 2, then y is equal to 1 plus 2 is equal to 3, y is equal to 3, x is equal to 2 and y is equal to 3. Okay, write down the second question. Cartesian product. ഓർക്കുന്നുണ്ടോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? രണ്ട് സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയും അല്ലേ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് അല്ലേ. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത മാത്തമാറ്റീഷ്യൻ നെയിം വെച്ചാണ് നമ്മൾ ഇതിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ള നെയിമിലൊക്കെ വന്നത്. പോട്ടെ. Then A is equal to set 1 2, then B is equal to set 1 2 3. Find A cross B. ശ്രദ്ധിക്കണേ, A cross B എന്ന് പറയുമ്പം എയിലെ എലമെന്റ്സ് ആയിരിക്കണം ആദ്യം വരുന്നത്. നമ്മുടെ റിലേഷൻ ഡെഫിനേഷൻ നമ്മളത് പഠിക്കുന്നുണ്ടായിരുന്നു. ഡെഫിനേഷൻ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാത്തത്. അപ്പം എയിലെ എലമെന്റ്സുകൾ ആയിരിക്കണം ആദ്യം വരേണ്ടത്, അതായത് എക്സ് കോർഡിനേറ്റ്. ബിയുടെ എലമെന്റ് ആയിരിക്കണം ഓർഡേർഡ് പെയർ രണ്ടാമത്തെ, ദാറ്റ് മീൻസ് വൈ കോർഡിനേറ്റ്. ഇറ്റ്സ് ക്ലിയർ. അപ്പൊ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ റിലേഷൻ എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻസ് ഏതൊക്കെയാണ്? 1 1 എഴുതാം, 1 നിന്ന് 2ലേക്ക് പോകാം, 1 നിന്ന് 3ലേക്ക് പോകാം. നമുക്ക് എങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാവുള്ളൂ. സെറ്റ് ഓർഡേർഡ് പെയർ 1 1 1 2 1 3. ഓക്കെ അല്ലേ? 1 വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കളക്ഷൻസ് എല്ലാം നമ്മൾ ഇനി എഴുതി. Then 2 2 1 2 2 2 3, then comma 2 1 2 2 2 3. എഴുതിയില്ലേ? 2 1 2 2 2 3. നമുക്ക് എ ക്രോസ് ബി നമ്മൾ അവിടെ ഫിനിഷ് ചെയ്തു. ദെൻ ബി ക്രോസ് എ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിലോ 1 1 1 2 2 1 2 2 3 1 3 2. ക്ലിയർ അല്ലേ? അപ്പോൾ ബിയിലെ എലമെന്റ്സ് ആയിരിക്കണം ഫസ്റ്റ് വണ്, എയിലെ എലമെന്റ്സ് ആയിരിക്കണം സെക്കൻഡ് വൺ. ഇത്രയും നമ്മൾ മീൻ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ ചോദിച്ച് കാണുന്നതാണ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. A is equal to set 1 minus 1. Find A cross A. ഇത് P cross P എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്ത് പോയതാണ്. then A cross A. ഇത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ചെയ്ത് പഠിക്കണം. നമുക്ക് ഇവിടെ എളുപ്പ വഴി എന്ന് പറയുന്ന ആദ്യം എ ക്രോസ് എ കണ്ടുപിടിക്കുക. നിങ്ങൾ എ ക്രോസ് എ എഴുതുമ്പോൾ തെറ്റിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ എ എന്ന് പറയുന്ന സെറ്റ് ഒന്നും കൂടി അങ്ങ് എടുത്ത് എഴുതുക. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ഇല്ല നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങ് മാറിപ്പോകും ഒരേ ഇതായതുകൊണ്ട്. 1 minus
1 അങ്ങ് എഴുതിയിട്ട് ഒരു ക്രോസ് ഇട്ടാൽ സംഭവം എളുപ്പമുണ്ട്. 1 1 ശരിയല്ലേ? 1 മൈനസ് 1 1 മൈനസ് 1. ഇനി മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 മൈനസ് 1. ഇത് നമുക്ക് എന്ത് കിട്ടി? എ ക്രോസ് എ ആണ് നമുക്ക് കിട്ടിയത്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ എ ക്രോസ് എ അല്ല, എ ക്രോസ് എ. ഓക്കെ, അപ്പൊ ട്രിപ്പിളിലേക്ക് നമ്മൾ പോയി. നമ്മൾ എ ക്രോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് ട്രിപ്ലെറ്റ്. ഇതിന് എളുപ്പമുണ്ട്. നിങ്ങൾ ഈ ഓർഡേർഡ് പെയറിന്റെ എല്ലാത്തിനെയും കൂടെ മൂന്നാമതൊരു എലമെന്റ് ആയിട്ട് 1 ആദ്യം എഴുതുക. പിന്നെ എല്ലാത്തിനെയും കൂടെ മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് -1 എഴുതുക. തേർഡ് എലമെന്റ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് വിട്ടാൽ ഇറ്റ്സ് ഓക്കെ. ഓൾ ഓഫ് യു ക്ലിയർ ആയോ? ഓർഡർ ട്രിപ്ലെറ്റിലേക്ക് നമ്മൾ പോയി. 1 1 ആയിരുന്നു, ശ്രദ്ധിക്കണേ. 1 1 ആയിരുന്നു. കൂടെ എന്ത് എഴുതണമെന്നാ പറഞ്ഞേ? എയിലെ ആദ്യത്തെ എലമെന്റ് 1 നമ്മൾ ഒന്നും കൂടെ എഴുതി. അടുത്തതിന്റെ കൂടെയും എന്ത് എഴുതണം? 1 മൈനസ് 1 ആയിരുന്നു, 1 എഴുതണം. എല്ലാത്തിനെയും കൂടെ 1 എഴുതി തീർന്നിട്ട് അടുത്ത് എഴുതിയാൽ മതി. അപ്പൊ തെറ്റുകയില്ല. -1 1 അതിന്റെ കൂടെ എന്ത് എഴുതുക? 1 എഴുതുക. Then -1 അതിന്റെ കൂടെ എന്ത് എഴുതുക? 1 എഴുതുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ് എല്ലാത്തിനും കൂടെ 1, അതായത് എയിലെ ഫസ്റ്റ് എലമെന്റ് എഴുതി കഴിഞ്ഞു. ഇനി എയിലെ സെക്കൻഡ് എലമെന്റ് -1. ഇതിന്റെ എല്ലാം കൂടെ എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. അപ്പൊ എന്ത് വന്നു? 1 1 -1. അടുത്തതിന് കൂടെ എന്ത് കൊടുക്കുക? 1 -1 കൊടുക്കുക. വീണ്ടും അടുത്തതിന് കൂടെ എന്ത് കൊടുക്കുക? -1 1 -1. അടുത്തതിന് കൂടെ എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. -1 കണ്ടോ? എളുപ്പമായില്ലേ? അപ്പം എ ക്രോസ് എ കണ്ടുപിടിക്കുക. ആ ഓർഡേർഡ് പെയറിന്റെ കൂടെ എയിലെ ഫസ്റ്റ് എലമെന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, സെക്കൻഡ് എലമെന്റ് രണ്ടാമതും കൊടുക്കുക. അപ്പൊ നമുക്ക് എ ക്രോസ് എ നെയ് മാറിയായിരിക്കും കേട്ടോ ചോദിക്കുന്നത്, എലമെന്റ്സുകൾ മാറിയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് ഓക്കെ. റൈറ്റ് ഔട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഇപ്പൊ ഇനി പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയേക്കാം. അപ്പം വേണ്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്. കൂടുതൽ മാർക്ക് വേണ്ടവർ ബാക്കിയും കൂടെ ചെയ്ത് പഠിക്കണം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. A is equal to set 1 2 3. And B is equal to set 3 4. A is equal to set 1 2 3. B is equal to set 3 4. Find and C is equal to ordered pair 4. So set 4 5 6. Okay, find A cross B intersection C. ഇത് ഞാൻ ഓൺലൈനിൽ ഷോർട്ട് ആണ് ഞാൻ എഴുതിയത്, ടൈം പോകണ്ടെന്ന് വിചാരിച്ച്. നമുക്ക് ചിലപ്പോൾ ഇത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡും കാണും, റൈറ്റ് ഹാൻഡ് സൈഡും കാണും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡും സോൾവ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്രോസ് ബി അല്ല, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. അപ്പം എയില് ഏതുമായിട്ടാണ് റിലേഷൻ ഉണ്ടാക്കേണ്ടത്? ബി ഇന്റർസെക്ഷൻ സിയുമായിട്ടാണ് റിലേഷൻ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി എന്താണെന്ന് സെറ്റിന്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. കോമൺ എലമെന്റ്. അപ്പൊ ബിയിലും സിയിലും കൂടെ നോക്കിയിട്ട് കോമൺ എലമെന്റ് എന്തെങ്കിലും ഉണ്ടോ? 4 എന്ന് പറയുന്ന എലമെന്റ് രണ്ടിലും ഉണ്ട്. അപ്പൊ നമ്മൾ 4 എന്ന് പറയുന്ന എലമെന്റ് എഴുതി ക്ലോസ് ചെയ്തു. ആദ്യത്തെ പാർട്ട് തീർന്നു. സെക്കൻഡ് വൺ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് 1 2 3 ക്രോസ് സി. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 4. ജസ്റ്റ് റിലേഷൻ ഇപ്പൊ എഴുതിയതുപോലെ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 4 1 4 2 4 3 4 1 4 2 4 3 4 തീർന്നു. സെറ്റ് ഓർഡേർഡ് പെയർ 1 4 2 4 3 4. എളുപ്പമല്ലേ? അണ്ടർലൈൻ ചെയ്യുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ലെഫ്റ്റും കണ്ടുപിടിക്കണം, റൈറ്റും കണ്ടുപിടിക്കണം. ചിലർക്ക് തോന്നുന്നു ലെഫ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തന്നെയല്ല റൈറ്റ് കിട്ടുന്നത്, ഈക്വൽ ടു എന്ന് എഴുതി വെച്ചേക്കാം. അങ്ങനെ എഴുതരുത്. സ്റ്റെപ്പ് എടുത്ത് എഴുതി ചെയ്യണം.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് എഴുതി ഫില്ല് ചെയ്യണം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻസ് അല്ലെ, റിലേഷൻസ് അല്ലെ. നമുക്കറിയാലേ നമ്മുടെ വീട്ടിൽ ഇപ്പൊ പേരൻസുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ടീച്ചറുമായിട്ടുള്ള റിലേഷൻ, അതായത് ടീച്ചറും സ്റ്റുഡൻറ്റും ആണെന്ന് നമ്മൾ പറയും. അങ്ങനെ നമുക്ക് റിലേഷൻസുകൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഗ്രൗണ്ടിൽ സ്റ്റുഡൻസ് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അവർ 5th സ്റ്റാൻഡേർഡിലെ ബോയ്സ് ആണ് അല്ലെ, അവര് ഫ്രണ്ട്സ് ആണ്. ഇങ്ങനെ നമുക്ക് റിലേഷൻസുകൾ ധാരാളം പറയാനായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. റിലേഷൻസ് നമ്മൾ മെയിൻലി 3 തരത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ആരോ ഡയഗ്രം. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു റിലേഷൻ 1 2 3 4 5 നമ്മൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? ഇതാണ് റിലേഷനെ ആരോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് ഡൊമൈനും റേഞ്ചും എഴുതാനായിട്ട് നമ്മളോട് ചോദിക്കാം അല്ലെ. ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഞാൻ ഇതുകൂടി ഇതിന് കൂടെ അങ്ങ് പറഞ്ഞു പോകാവേ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്സിന്റെ കളക്ഷൻസ് ആണ് ഡൊമൈൻ, വൈ കോർഡിനേറ്റ്സിന്റെ കളക്ഷൻസ് ആണ് റേഞ്ച്. ദാറ്റ് മീൻസ് ഓർഡേർഡ് പെയറിലാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷൻസ് ഡൊമൈൻ, സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ റേഞ്ച്. ആരോ ഡയഗ്രത്തിലാണെങ്കിൽ ആരോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ ടു ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന തുടക്കം എയിലാണ്. അപ്പം എയിലെ എലമെന്റ്സിന്റെ കളക്ഷൻസ് ഡൊമൈൻ, ബിയിലെ എലമെന്റ്സിന്റെ കളക്ഷൻസ് റേഞ്ച്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഡൊമൈൻ ആൻഡ് റേഞ്ച് നമുക്ക് എന്ത് എഴുതാം? ഡൊമൈൻ ഓഫ് എഫ് എന്ന് ഞാൻ അങ്ങ് എഴുതുവാണ്. ഡൊമൈൻ ഓഫ് എഫ് അല്ല ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3, ശരിയല്ലേ? റേഞ്ച് എന്ന് പറയുന്നത് 4 5. ഫസ്റ്റ് സെറ്റ് ഡൊമൈൻ, സെക്കൻഡ് സെറ്റ് റേഞ്ച്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുവാണേ. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. അത് ഞാൻ കാണിക്കാം. Then capital R is equal to set of ordered pair xy such that y is equal to x plus 1. Then x is equal to 1 2 3. ചുമ്മാ ഒരെണ്ണം എഴുതി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നമ്മൾ അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ആദ്യം അങ്ങ് എടുത്തിരുന്നു, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇനി എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ എക്സിന് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് 1 2 3. ചിലപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയും, ലെസ് ദാൻ 4 എന്ന് പറയും, ദെൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയും, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പം അങ്ങ് എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാവും എക്സിന് കൊടുക്കാവും. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ എന്തെങ്കിലും കുറേ നമ്പറുകൾ പെറുക്കി കൊടുക്കരുത്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 1 2 3. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? വൈ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 2 കിട്ടി, വൈ ഈസ് ഈക്വൽ ടു 2 കൊടുത്തപ്പം 3 കിട്ടി, ദെൻ വൈ ഈസ് ഈക്വൽ ടു 3 കൊടുത്തപ്പം 4 കിട്ടി. മനസ്സിലായോ? അപ്പൊ കൊടുത്തത് എന്തൊക്കെയാണ്? 1 2 3 കൊടുത്തു, കിട്ടിയത് എന്തൊക്കെയാണ്? 2 3 4. ഇത് തമ്മിലുള്ള കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ കൊടുത്തതാണ് ഡൊമൈൻ. കൊടുത്തത് എന്തൊക്കെയാണ്? സെറ്റ് 1 2 3 എലമെന്റ്സുകളാണ് നമ്മൾ കൊടുത്തത്. കിട്ടിയത് എന്തൊക്കെയാണ്? അതാണ് റേഞ്ച് 2 3 4. കണ്ടോ? അപ്പൊ ഡൊമൈന് നമുക്ക് കിട്ടി, റേഞ്ചും ഈസി ആയിട്ട് കിട്ടി. സെറ്റ് ബിൽഡർ ഫോം. ലാസ്റ്റ് വൺ ഇസ് ദ തേർഡ് വൺ ഈസ് ടാബുലർ ഫോം ഓർ റോസ്റ്റർ ഫോം അല്ലെ. റോസ്റ്റർ ഫോം നിങ്ങൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 എ ബി 3 5. കണ്ടോ? ഇങ്ങനെ ഒരെണ്ണം തന്നിട്ട് ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഒഡേഡ് പേർ തന്നിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്താലും മതി? ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷൻ ഡൊമൈൻ, സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ റേഞ്ച്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡൊമൈൻ ഈസ് ഈക്വൽ ടു 1 A 3, ശരിയല്ലേ? 1 A 3 ഫസ്റ്റ് എലമെന്റ്സുകൾ. Then range is equal to then 2 B 5. തീർന്നു. ഡൊമൈനും റേഞ്ചും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡൊമൈനും എഴുതാൻ പഠിച്ചു, റേഞ്ചും എഴുതാനായിട്ട് പഠിച്ചു. ഓക്കെ, റൈറ്റ് ഓൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനും ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പാറ്റേൺ ആവും നമുക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യത. എഴുതിക്കോ.
If R is a relation defined on the set, capital R is equal to set ordered pair xy such that 3x minus y is equal to 0. 3x minus y equal to 0. 3x minus y is equal to 0. Then, comma, xy belongs to capital A. xy belongs to capital A. xy belongs to capital A. Therefore, capital, അത് ക്ലോസ് ചെയ്യുക, സെറ്റ് സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യുക, നമ്മുടെ കണ്ടീഷൻ തീർന്നു. Then capital A is equal to set 1, 2, 3, etc. 14. 1, 4. A is equal to set 1, 2, 3, etc. 14. Write the domain, codomain and the range. Write the domain, codomain and the range. കോഡോമൈൻ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? കോഡോമൈൻ ഓർക്കുന്നുണ്ടോ? കോഡോമൈൻ ഇത്ര ഓർത്തിച്ചാൽ മതി. A to B ആണ് റിലേഷൻ എങ്കിൽ B ആണ് കോഡോമൈൻ. എളുപ്പമുണ്ട്. B to A ആണെങ്കിൽ രണ്ടാമത്തേത് A ആണ് കോഡോമൈൻ. ഇതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് XY belongs to capital A, അതായത് കൊടുക്കുന്നതും കിട്ടുന്നതും ക്യാപിറ്റൽ എയിൽ നിൽക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. വൈയുടെ കണ്ടീഷൻ നമുക്ക് പറഞ്ഞേക്കുന്നത് 3x minus y is equal to 0, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ എക്സിന് കൊടുക്കേണ്ട വാല്യൂസും കിട്ടേണ്ട വാല്യൂസും എയിൽ നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് 1 തൊട്ട് 14 വരെ ഉള്ളതിലെ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പർ ആവാം. പക്ഷെ ആൻസർ കിട്ടുന്നതും 14ൽ നിൽക്കണം. അപ്പോൾ 14 മുമ്പ് നിൽക്കണം. 14 കഴിഞ്ഞിട്ട് കൊടുക്കത്തില്ല. അപ്പോൾ എക്സിന് 1 തൊട്ട് 14 വരെ കൊടുക്കത്തില്ല. മനസ്സിലായോ? കൊടുക്കുന്ന വാല്യൂ കിട്ടുന്ന വാല്യൂ 14 താഴെ ആയിരിക്കണം. നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ അങ്ങനെയല്ല. മുമ്പ് ചെയ്തപ്പോൾ എക്സിന് ഒരു വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം നമുക്ക് കൊടുക്കാമായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. y is equal to 3x അല്ലേ? അതായത് 3x is equal to y അല്ലെങ്കിൽ y is equal to 3x. കണ്ടീഷൻ നോക്കുക, എളുപ്പം. നമുക്ക് ഈ ചെയ്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് y equal to എന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ അങ്ങ് എഴുതിക്കോണം. ഇനി എക്ക് നമുക്ക് 1 കൊടുത്ത് നോക്കാം. 1 തൊട്ട് നമുക്ക് അങ്ങ് കൊടുക്കാം. 14 വരെ ആകുമ്പോൾ നിർത്താം. 3 into 1 is equal to 3. Then 3 into 2 is equal to 6. Then 3 into 3 is equal to 9. Then 3 into 4 is equal to 12. Then 3 into 5 is equal to 15. പറ്റത്തില്ല. മനസ്സിലായോ? 15 വന്നുപോയി, 14നേക്കാൾ കൂടിപ്പോയി. അതുകൊണ്ട് നമുക്കിത് പറ്റത്തില്ല. അപ്പം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? കിട്ടുന്ന ആൻസറും കൊടുക്കുന്ന ആൻസറും 14ലായിരിക്കണം, ബിറ്റ്വീൻ ആയിരിക്കണം. 14 വരെ പറ്റത്തുള്ളൂ. നമുക്ക് ഡൊമൈൻ റേഞ്ച് എഴുതി പോയാൽ മതി. Therefore, domain is equal to കൊടുത്തത് എന്തൊക്കെയാണ്? 1, 2, 3, 4 അങ്ങ് കൊടുത്തു. സെറ്റിലേക്ക് എഴുതിയാൽ മതി. സെറ്റ് 1, 2, 3, 4. Then range is equal to കിട്ടിയത് എന്തൊക്കെയാണ്? 3, 6, 9, 12. സെറ്റ് 3, 6, 9, 12. പ്രശ്നം തീർന്നു. ഡൊമൈനും റേഞ്ചും കിട്ടി. ഇനി കോഡൊമൈൻ എന്തെന്നാ പറഞ്ഞേക്കുന്നത്? ഇവിടെ എയിൽ നിന്നും എയിലോട്ട് തന്നെയാണ് റിലേഷൻ. ശരിയല്ലേ? XY belongs to capital A. That means എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ എന്ത് തന്നെയാണ്? സെറ്റ് എ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? സെറ്റ് എ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ. കോഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ എ. എളുപ്പമല്ലേ? ഈസ് ക്ലിയർ? ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഈസ് ഡിഫൈൻഡ് ബൈ capital R is equal to set ordered pair xy such that y equal to x plus 5. Y is equal to x plus 5.
X is a natural number. X is a natural number less than 4. Less than 4. XY belongs to capital N. XY belongs to capital N. Write the relation in roster form. Write the domain and range of the relation. എന്താ ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ? y is equal to x plus 5 എന്നാ പറഞ്ഞത്. x is a natural number less than 4. Less than or equal to അല്ല, less than 4 ആണ്. Less than 4 എന്ന് പറയുമ്പോൾ 4 പറ്റത്തില്ല. 4ന് തൊട്ട് മുമ്പുള്ള നാച്ചുറൽ നമ്പർ വരെ എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 4ഉം ഇൻക്ലൂഡിങ് 4 നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ എടുക്കാവുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3 പറ്റത്തുള്ളൂ എക്സിന് കൊടുക്കാവുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 1 plus 5 is equal to 6. Then y is equal to 2 plus 5 is equal to 7. Then y is equal to 3 plus 5 is equal to 8. ഇത്രയേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഓൺ ദ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം? ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് 1 കൊടുത്തപ്പം 6 കിട്ടി, 2 കൊടുത്തപ്പം 7 കിട്ടി, 3 കൊടുത്തപ്പോൾ 8 കിട്ടി. സംഭവം തീർന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ഓൺ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ കളക്ഷൻ ഓഫ് ഫസ്റ്റ് എലമെന്റ് സെറ്റ് 1, 2, 3 തീർന്നു. Then second question range. Range is equal to second element 6, 7, 8. എളുപ്പമല്ലേ? 6, 7, 8. ഇത് തെറ്റിക്കരുത്. എന്തായാലും ഇത് കൊണ്ടൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം, എന്നിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യണം. എല്ലാ മെത്തേഡും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നേ. ദെൻ ഇനി നിങ്ങൾക്ക് ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഒരു 38 തൊട്ട് 42 വരെ, അത് ഞാനിവിടെ പറയുന്നില്ല കാരണം വീഡിയോ കണ്ടമാനം നീണ്ടു പോവുകയും ചെയ്യും, നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പൊ പേജ് നമ്പർ 38 തൊട്ട് 42 വരെ നിർബന്ധമായിട്ടും ഫങ്ഷൻസിന്റെ ഗ്രാഫും അതിന്റെ ജസ്റ്റ് ഡെഫിനേഷനും. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, അല്ലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, അല്ലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അല്ലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ഇങ്ങനെ പറഞ്ഞ് ജനറൽ ഫോമും കൊടുത്തിട്ടുണ്ട്, ഗ്രാഫിന്റെ ഒരു ഷേപ്പും കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും 1 മാർക്കോ 2 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഗ്രാഫ് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പഠിച്ചിരിക്കണം. ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ ചോദിച്ചാൽ എഴുതാനും പഠിച്ചിരിക്കണം. ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, റിയൽ ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, എല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാം പഠിച്ചിരിക്കണം. പേജ് നമ്പർ 38 to 42 കിടപ്പുണ്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു റിലേഷനും ഒരു ഫംഗ്ഷനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ? ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ മലയാളത്തിൽ സിമ്പിളായിട്ട് പറയുകയാണ്, എയിൽ നിന്ന് ബിയിലോട്ടാണ് റിലേഷനെങ്കിൽ എയിലെ എല്ലാ എലമെൻസിനും ഇമേജ് ബിയിലുണ്ടാകണം, പക്ഷേ ഒന്നും റിപ്പീറ്റ് ചെയ്യരുത്. എയിലെ എല്ലാത്തിനും എലമെൻസ് ബിയിലുണ്ടാകണം, പക്ഷേ എയിലെ എലമെൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നോക്കിയാൽ മതി. റോസ്റ്റർ ഫോമിലാണെങ്കിലും ആരോ ഡയഗ്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആരോ ഡയഗ്രത്തിലാണെങ്കിൽ ഒരു ഫസ്റ്റ് നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ എയിലെ എലമെൻസിൽ ഒന്നിൽ കൂടുതൽ ആരോ പോകരുത്. ബിയിൽ എല്ലാത്തിലോട്ടും ഒരെണ്ണത്തിലോട്ട് പോയാലും നോ പ്രോബ്ലം. എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ നോക്കുമ്പോൾ എയിലെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എയിലെ എല്ലാത്തിനും എലമെൻസ് ബിയിലുണ്ടോ, എയിലെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഓർഡേയുടെ പേരാണ് അതുപോലെ തന്നെ ആദ്യത്തെ എലമെൻസുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി, പ്രശ്നം തീരും. ഓക്കെ, ഈസ് ക്ലിയർ? ഓക്കെ, റൈറ്റ് ഓൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, റൈറ്റ് ഓൺ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഞാൻ ഒരെണ്ണം പറയാവേ. Set ordered pair 2, 1, ordered pair 5, 11, then ordered pair 8, 1, then 11, 1, 11, 1, ഇത് 1 ആക്കിക്കോളെ. 11, 1, then 14, 1, 17, 1, 17, 1. ഇവിടെ നോക്കിയേ, നിങ്ങൾ ആദ്യം ഇച്ചിരി സംശയമുള്ളവരാണെങ്കിൽ ഇത് ഫംഗ്ഷൻ അല്ല എന്നങ്ങ് എഴുതും. എന്നാ കാര്യം?
എല്ലായിടത്തും 1 വന്നേക്കുന്നത് നിങ്ങൾ പറയും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇട്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്നാ, എയിലെ എല്ലാ എലമെന്റ്സിനും ബി വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ് റിപ്പീറ്റ് ചെയ്യലാത്ത. ഫസ്റ്റ് എലമെന്റ് ഇവിടെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? 2, 5, 8, 11, 14, 17 ഒന്നും റിപ്പീറ്റഡ് അല്ല. പിന്നെ എന്തിനാ പ്രശ്നം ഇരിക്കുന്നേ? അപ്പൊ ഇതിനെല്ലാത്തിനും ഇമേജ് അവിടെ ഉണ്ടല്ലോ, ഒന്നും ചുമ്മാ കിടപ്പില്ല. ഇനി റിപ്പീറ്റ് ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ അല്ലയോ? യെസ്, ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ആൻസർ നമുക്ക് കിട്ടി, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ ആൻഡ് റേഞ്ച് നമുക്ക് എന്ത് എഴുതാം? ഡൊമൈൻ എന്ത് കിട്ടും? ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 5, 8, 11, 14 and 17. So simple one. Then range. Range ആകെപ്പാടെ ഒരെണ്ണമേ അവിടെ എഴുതാനുള്ളൂ. എല്ലാം 1 ആയിട്ട് റിലേഷൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റേഞ്ചും എഴുതി, ഡൊമൈൻ ആൻഡ് റേഞ്ച് എഴുതി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay? Write down the next question. Find the domain of the function f of x is equal to x square plus 3x plus 5 divided by x square minus 5x plus 4. x square minus 5x plus 4 is very very important. ഇത് കൊണ്ടൊരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം മാത്രമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാതിരുന്നെങ്കിലേ ഉള്ളൂ, ഉറപ്പായിട്ടും എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ പടി ഇത്രയും മാത്രമേ. ഇതൊരു എന്താണ്, ഒരു റേഷണൽ ഫംഗ്ഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു റാഷണൽ ഫോം ആണ്. അപ്പൊ p/q ഫോം നമ്മൾ എഴുതിയാൽ q നോട്ട് ഈക്വൽ ടു 0. കാരണം താഴത്തേത് ഒരിക്കലും 0 ആകാൻ പാടില്ല, 0 ആകാനായിട്ട് പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ വന്നാൽ 0 ആകും എന്ന് കണ്ടുപിടിച്ചാൽ ആ നമ്പറിനെ മാത്രം ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഡൊമൈനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ താഴത്തെ ടേമിനെ ഇങ്ങ് എടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 അതാണ് ക്യൂ. ക്യൂവിനെ നമ്മൾ ഇങ്ങ് എടുത്തു. ഈക്വൽ ടു 0. 0 ആകാവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 പ്രോഡക്റ്റ് നമുക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടുന്ന രണ്ട് നമ്പറുകൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ CBSE പഠിച്ചിട്ടുള്ളവർക്കാണ് അതായിരിക്കും എളുപ്പം. അല്ലാത്തവർക്കാണെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് √b² - 4ac by 2a. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ 10th പഠിച്ചതാണ്. -b പ്ലസ് ഓർ മൈനസ് √b² - 4ac by 2a. അതിൽ കൊടുത്താൽ രണ്ട് നമ്പറുകൾ നമുക്ക് കിട്ടും. ഇവിടെ പ്രോഡക്റ്റ് വെച്ച് എടുക്കുവാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ -4 -1 ശരിയല്ലേ? -4 -1 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. -4 -1 ആഡ് ചെയ്താൽ -5 കിട്ടും. അപ്പം നമുക്ക് നമ്പറുകൾ കിട്ടി. ഇനി ഇതിനെ നമ്മൾ എക്സിലേക്ക് കണക്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? therefore x - 4 into x - 1 is equal to 0. therefore x equal to 4 and 1. ശരിയല്ലേ? x - 4 equal to 0, therefore x equal to 4. x - 1 equal to 0, therefore x equal to 1. അപ്പൊ നമുക്ക് ഇവിടെ 0 ആകാവുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? ഈ 4 ഇതിനകത്ത് കൊടുത്താലും 0 കിട്ടും, 1 ഇതിനകത്ത് കൊടുത്താലും നമുക്ക് 0 കിട്ടും. അപ്പൊ ഈ രണ്ട് നമ്പറുകൾ നമുക്ക് പറ്റത്തില്ല. ബാക്കി എല്ലാ നമ്പറുകളും ഇതിന്റെ ഡൊമൈനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R മൈനസ് സെറ്റ് 4 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 4ഉം 1ഉം ഒഴികെ ബാക്കി എല്ലാ നമ്പറുകളും നമുക്ക് ഡൊമൈനായിട്ട് നമുക്ക് എഴുതാം. എളുപ്പമല്ലേ? ഇത് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ അതിനകത്തുള്ളൂ. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗ്രാഫ് 1 മാർക്കിന് ഇത്, പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഇക്വേഷൻസ് കണ്ടിട്ട് സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് ചെയ്യാനായിട്ട് ഉറപ്പാണ് ചോദിക്കും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് മസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാവർക്കും പഠിക്കാം. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന ഒരു 1 വേർഡാണ് നമ്പർ ഓഫ് റിലേഷൻസ്. അതല്ലേ, അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. നമ്പർ ഓഫ് റിലേഷൻ, ഹൗ മെനി റിലേഷൻ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചോദിച്ചിട്ടില്ല, എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, എളുപ്പം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. A is equal to സെറ്റ് 1 2. ചിലപ്പോൾ നമ്പർ ഓഫ് A എന്നായിരിക്കും തരുന്നത്. B is equal to സെറ്റ് AB. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്പർ ഓഫ് A എന്ന് എഴുതുന്നാൽ എത്രയാണ്? നമ്പർ ഓഫ് A എന്ന് പറയുന്നത് ഇവിടെ 2 എലമെന്റ്, നമ്പർ ഓഫ് B എന്ന് പറയുന്നു 2. ഞാൻ പറഞ്ഞു ഇത് ഏത് തരത്തിൽ വേണം ചോദിക്കാം. ചിലപ്പോൾ നമ്പർ ഓഫ് എന്നായിരിക്കും തരുന്നത്, ചിലപ്പോൾ സെറ്റ് ആയിരിക്കും തരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന റിലേഷൻസുകൾ എത്രയൊക്കെയാണ്? ഇതാണ് ഇക്വേഷൻ 2 raised to PQ. 2
2pq എന്ന് വെച്ചാൽ p ആൻഡ് q എന്ന് പറയുന്നത് ഇതിനകത്തെ നമ്പർ ആണ്. ഓർത്തിരിക്കണേ. അപ്പൊ നമ്പർ ഓഫ് a is equal to p എന്നും നമ്പർ ഓഫ് b is equal to q എന്നും കൊടുത്താൽ റിലേഷൻ എന്ന് പറയുന്നത് 2pq. മറന്നു പോവരുത്. അപ്പൊ 2 എന്ത് വന്നു? 2 into 2 4. 2 ആണ് ആൻസർ. 2 means ആൻസർ 16. അപ്പം എയിലും ബിയിലും 2 എലമെന്റ്സ് വെച്ചാണ് ഉള്ളത് എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 16. മനസ്സിലായോ? അപ്പൊ എത്ര വലിയ എണ്ണം തന്നാലും നമുക്കത് കണ്ടുപിടിക്കാം. 2pq എന്ന് ഓർത്താൽ മതി. എളുപ്പമല്ലേ? ലാസ്റ്റ് വൺ. ഇത് ചോദിച്ചങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് 1 മാർക്കിന് വല്ലതും ചോദിച്ചെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. എ ഫംഗ്ഷൻ f is defined by f of x equal to 2x minus 5. Find the value of f of 0, f of 7, f of minus 3. f of is equal to എന്തെന്നാ പറഞ്ഞത്? 2x minus 5 എന്നാ പറഞ്ഞത് അല്ലേ? ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ എക്സാമിന് ചോദിക്കുമ്പോൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചാണല്ലോ എന്ന് ഓർത്താവും ചിലപ്പോൾ എഴുതിയെന്ന് വരത്തില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 5. എക്സിന് 0 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 0 minus 5 is equal to -5. സിമ്പിൾ ആണോ എന്ന് ചോദിക്കും. Then 2 into 7 minus 5, 14 minus 5, 9. Therefore 2 into -3 minus 5, -6 minus 5 അല്ലേ? -11. ആൻസർ കിട്ടിയില്ലേ? യെസ് ഓർ നോ? എളുപ്പമല്ലേ? അപ്പം ഇതും നമുക്ക് ഈ ടൈപ്പും ചോദിക്കാം. നമ്മൾ ഇതിനകത്ത് ഏകദേശം എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു തീർന്നു. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം ഇന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.